പതിയെ പതിയെ മാഞ്ഞു പോവുകയാണ് ചുവരെഴുത്തുകൾ. അവിടെ ഒരു പെരുമഴയ്ക്കും മായ്ക്കാൻ കഴിയാതെയുണ്ട് ചിലത്. വടകര, കുട്ടോത്തേയും താഴെയങ്ങാടിയിലെ ചിലയിടങ്ങളിലെയും ചുവരുകളാണ് 6 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ ഓർമ്മപ്പെടുത്തുന്നത്. 1957 ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ട് അക്കൂട്ടത്തിൽ. ചുവരുകളിൽ വരച്ചു ചേർത്ത അരിവാൾ കതിരും പശുവും കിടാവും സൈക്കിളും കുടിലുമെല്ലാം ഇന്നും മായാതെ കിടക്കുകയാണ്. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന ചുവരെഴുത്ത് രാജ്യം നടന്നകന്ന പ്രതിരോധത്തിന്റെ തീപ്പന്തമായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. അന്ന് എനിക്കൊരു 10-20 വയസ്സുള്ള പ്രായമുള്ള സമയമാണ്. അന്നാണ് അതിൻ്റെ മേലെ കയറി കുറച്ചുകൂടി നീളത്തിലുണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ പകുതിയോളം പൊളിഞ്ഞു പോയി. പകുതി ഭാഗം മാത്രമേ ഇപ്പം ബാക്കിയുള്ളൂ. അന്ന് അത് എഴുതിയത് നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നീലം ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. രാജ്യത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ 1957 MK കേളുവിന് വേണ്ടി ചുവരെഴുതിയ കാലം ഓർക്കുകയാണ് പഴമക്കാർ. പഴയ ഒരു സംഗതി നമുക്കിപ്പം കാണാൻ കഴിയുന്നില്ല. ഇപ്പം കുടിലടയാളം, അതുപോലെ പണ്ടത്തെ പശുവും കുഞ്ഞും, ഇപ്പം എല്ലാം വെറൈറ്റി പുതിയ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം പഴയ എല്ലാ ചിഹ്നങ്ങളും സ്വാഭാവികമായിട്ട് നമ്മളോട് മറന്നു. അപ്പം വളരെ അപൂർവം ചുമരുകളിൽ മാത്രം ഇത്തരം ചിഹ്നങ്ങളും പേരുമെല്ലാം അവശേഷിക്കുന്നു. കാലം മാറ്റിമറിച്ച കൂട്ടത്തിൽ നവമാധ്യമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം മാറ്റപ്പെടുമ്പോൾ ചരിത്രം പേറിയ ഗാംഭീര്യത്തിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് ഈ ചുവരുകൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.